നമസ്കാരം. നമുക്കിന്ന് കുറച്ച് പച്ച പറങ്ങാണ്ട് കിട്ടി. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? നല്ല കുറുകിയ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കി എടുത്താൽ നല്ല പൂ പോലുള്ള അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പച്ചപ്പിച്ചിൻ്റെ കുറുമക്കറി ഉണ്ടാക്കിയാലോ? വായോ വീട്ടിലോട്ട് പോവാം. ഇന്ന് പ്രതീക്ഷിക്കാതെ തന്നെ കുറച്ച് പച്ച പറങ്ങാണ്ട് കിട്ടി. അപ്പം പിന്നെ കരുതി വൈകുന്നേരം ഇത് തന്നെ കറിയാക്കാന്ന്. കണ്ടാൽ ഈസിയാണെങ്കിലും ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പച്ച പറങ്ങാണ്ട് വെറും കയ്യിൽ വെച്ച് മുറിച്ചാൽ കൈ നല്ലപോലെ പൊള്ളും. ആദ്യം കൈ വെളുത്തിരിക്കും, പിന്നീട് ആ ഭാഗം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും കറ വീണ ഭാഗം പൊള്ളി കറുത്തിരിക്കുവേ. അപ്പോൾ ചെയ്യേണ്ടത് ഗ്ലൗസോ അല്ലെങ്കിൽ തുണിയോ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ഇത് കട്ട് ചെയ്താൽ ഇതിൻ്റെ കറ നമ്മുടെ കയ്യിൽ വീഴത്തില്ല. അപ്പോൾ പച്ച പറങ്ങാണ്ടെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ടേ. ചട്ടിയിലിട്ടപ്പോൾ ഒത്തിരിയായിട്ട് തോന്നി, പക്ഷെ പൊളിച്ചു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. സാരമില്ല, നമുക്കിത് വെച്ച് കറി ഉണ്ടാക്കാം. ഈ പച്ചപ്പറങ്ങാണ്ടിയുടെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം നമുക്ക് നേരെ വെള്ളത്തിലോട്ടിടണം. ഇനി വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വാരിയെടുക്കണം. അതിലെ പൊടിയോ കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോട്ടെ. എന്നിട്ട് ഈ പറങ്ങാണ്ടി വെള്ളത്തിലിട്ട് വെക്കണേ, അല്ലെങ്കിൽ കറുത്തു പോവും. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത്, 3 പച്ചമുളകും, പിന്നെ 3/4 കപ്പോളം പച്ചപ്പറങ്ങാണ്ടിയും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത് അരമുറി തേങ്ങ ചിരികിയതാണ്. ഇതിൽ നമുക്ക് 1 കപ്പോളം 1/4 പാൽ എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുറുകിയ 1/4 പാൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി കറി വെക്കുന്ന പാത്രത്തിലോട്ട് ഒരു 1.5 കപ്പോളം 2/2 പാലും കൂടി എടുക്കണം. ഈ 2/2 പാൽ കിടന്നിട്ടാണ് കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം നല്ലപോലെ വേവേണ്ടത്. ഇനി 1 നുള്ളു വലിയ ജീരകവും 1 ഏലക്കയും നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഈ ഉള്ളിലേക്ക് നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് 2ആയിട്ട് കീറിയത് ചേർത്ത് നല്ലപോലെ വഴറ്റണം. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി ഈ മസാലക്കൂട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 2/2 പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് 2/2 പാലെടുത്ത് ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിലൂടെ ഒഴിച്ച് അതും കൂടെ കലക്കി നമ്മൾ 2/2 പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങനെ മുഴുവൻ മസാലയും നമ്മൾ ചട്ടിയിലോട്ട് തട്ടി. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഈ 2/2 പാലിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് 2/2 പാൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പച്ച പറങ്ങാണ്ടി നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരി മാറ്റി വേറെ പ്ലേറ്റിലോട്ടാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിലെ 2/2 പാൽ ചൂടായിട്ട് ആവി വരുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പച്ചപ്പറങ്ങാണ്ടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിതിനെ പച്ചപ്പറങ്ങാണ്ടി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മയുടെ നാട്ടിൽ ഇതിന് പച്ച പിച്ചണ്ടി എന്നും പറയുമെന്ന്. അവിടെ എന്താ ഇതിനെ പറയുന്നത്? അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വേണമെങ്കിൽ ഈ സമയത്ത് തക്കാളി ഇഷ്ടമുള്ളവർ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ തക്കാളി ഇടാറില്ല. വേണമെങ്കിൽ ഒരു തക്കാളിയും 1-2 മുരിങ്ങയ്ക്ക കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വെന്തോ ഒന്ന് നോക്കട്ടെ. വെന്തിട്ടിട്ട് കറിയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി 1 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി പച്ചപ്പറങ്ങാണ്ട് കിട്ടിയിലേക്ക് വിഷമിക്കേണ്ട. നമുക്ക് സാധാരണ കിട്ടുന്ന അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കുതിർത്തിട്ട് അത് ആയാലും ഈ കറിയിൽ യൂസ് ചെയ്യാം. പാത്രം തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് 1 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടേ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ചേർത്ത് നമ്മുടെ കറിയുടെ കളറും ടേസ്റ്റും ഒക്കെ മാറും. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഏലക്കയും പെരിഞ്ചീരകവും പൊടിച്ച പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 പാൽ ഒഴിക്കാൻ പോവാണേ. ചൂടോടെ ഇരുന്നാൽ 1/4 പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ വേഗം ഓഫ് ചെയ്തത്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ നല്ല വട്ടത്തിൽ ഒഴിച്ച് ചേർത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് അതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കണം. തീ ഓഫായെന്ന് കരുതി ഇളക്കാതിരിക്കരുത്. കുറച്ചു നേരം നമ്മൾ ഈ കറി നല്ലപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ചു നേരം അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും അത് നല്ലപോലെ കുറുകി സെറ്റാവും. നോക്കി, നമ്മുടെ കറി കുറുകി സെറ്റായിട്ടുണ്ട്.
ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്തതേ. ബാക്കി ചട്ടിയുടെ ചൂട് കൊണ്ട് കറി റെഡി ആയിക്കോളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇത് നല്ല പൂ പോലുള്ള അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് ഗാർണിഷിനായിട്ട് ഒരു പച്ചമുളക് സ്ലൈസ് ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പച്ച പിച്ചണ്ടി കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ ഇഷ്ടം എന്നെ അറിയിക്കണേ. കൂടെ ഹൈപ്പ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.